أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക നിയന്താവും രക്ഷിതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും അങ്ങനെ തന്നെ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ യാത്രയാകുവാനും സാധുക്കളായ പാപികളായ നമുക്കെല്ലാം അല്ലാഹു മഹത്തായ അവസരത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളീയ സമൂഹം ഒരു വലിയ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ്. 16ാം കേരള നിയമസഭയിലേക്കുള്ള 140ഓളം സാമാജികരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഏപ്രിൽ 9 നമ്മളെല്ലാം നിർവഹിക്കുകയുണ്ടായി. ഈ വരുന്ന മെയ് 4 തിങ്കളാഴ്ച അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയാണ് എന്നും ഞാൻ പറയാതെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാത്തിരിക്കുന്നത് ഒരു റിസൾട്ടിനെയാണ്. റിസൾട്ടുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ, ഫലങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വൈവിധ്യമാർന്ന വികാരങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. പരീക്ഷകളുടെ റിസൾട്ടുകൾ, ഇൻ്റർവ്യൂകളുടെ റിസൾട്ടുകൾ, നമ്മൾ അധ്വാനിച്ച് പണമിറക്കി ഉണ്ടാക്കിയ കാർഷിക വിഭവങ്ങൾ, അതിൻ്റെ വരവ് ചെലവ് കണക്ക് നോക്കുമ്പോൾ അതിലുണ്ടാകുന്ന റിസൾട്ട്, ബിസിനസ് രംഗത്ത് കൂട്ടിക്കിഴക്കലുകൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളുടെ വികാരങ്ങൾ, ഏത് റിസൾട്ടുകളാണെങ്കിലും നമ്മുടെ ഈ ജീവിതത്തിൽ 2 വികാരങ്ങളാണ് നമുക്കുണ്ടാവുക. ഒന്നുകിൽ സന്തോഷം, അല്ലെങ്കിൽ സങ്കടം, അല്ലെങ്കിൽ നിരാശ. റിസൾട്ടുകൾ ലഭിച്ചിട്ട് പരാജിതരാണോ മനുഷ്യരെന്നുള്ള നിലക്ക് ചിലർ കരയും, ചിലരെങ്കിലും അമിത വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നാട് വിട്ടുപോകും, സങ്കടപ്പെടും, വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കും. ഇങ്ങനെ പല വികാരങ്ങളാണ് പരാജിതരായ ആളുകൾക്ക് ഉണ്ടാവുക. വിജയികളാണെങ്കിൽ സന്തോഷം കൊണ്ട് മുഖത്ത് അതിൻ്റെതായ പ്രസന്നത പ്രകടമാകും.
ഒരു വേള ഒരു പക്ഷേ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ കരയും. എല്ലാവരോടും തൻ്റെ ഈ വിജയത്തിൻ്റെ ആസ്വാദനം പറഞ്ഞുകൊണ്ട് സെലിബ്രേഷനുകൾ നടത്തും, വിഭവങ്ങളും മധുരങ്ങളും വിതരണം ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഒരു റിസൾട്ടിനെ കാത്തിരിക്കുന്ന നമ്മൾ നെടുവീർപ്പോടെയും അതുപോലെ തന്നെ ശക്തമായ നെഞ്ചെടുപ്പോടെയും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. എന്താകും എന്നാലോചിച്ച് തങ്ങളുടെ അധ്വാന ഫലങ്ങളും മറ്റുമൊക്കെ വൃഥായായി പോകുമോ എന്ന് ബേജാറാകുന്ന ആളുകളുണ്ട്. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ പല ഐറ്റംസുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. കാര്യങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും രണ്ടിലൊരു അവസ്ഥ ഏത് പരീക്ഷണങ്ങൾക്കും അവസ്ഥകൾക്കും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം. ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ബുദ്ധിയുള്ള വിശ്വാസികളോട് ഇസ്ലാമികമായൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് ഈ രംഗത്ത് എന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ രാഷ്ട്രീയം പറയാനല്ല ഞാനങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നൈമിഷികമായ ലോകത്ത്, ഞാൻ ആ വാക്കിനെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഈ നൈമിഷികമായ ലോകത്ത് ഇതിനെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മുടെ വീടും കുടുംബവും സമ്പത്തും ജോലിയും സമൂഹത്തെയും എല്ലാം വിട്ടുകൊണ്ട് പരലോകത്തേക്കുള്ള അതിശീഘ്രമായ പ്രയാണത്തിലാണ് നമ്മളെല്ലാവരുമെന്ന് നമുക്കറിയാം. എത്രയോ ഖുതുബകളിലൂടെ നമ്മളത് പറഞ്ഞതാണ്. അവിടെ നമ്മളൊരു റിസൾട്ട് കാത്തിരിക്കുന്നുണ്ടല്ലേ. ആ റിസൾട്ടിനെ ദുനിയാവിലെ ചില റിസൾട്ടുകളോട് താരതമ്യം ചെയ്താൽ നമുക്ക് നെഞ്ചിടിപ്പുണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥനയോടെ അവിടെ വിജയിക്കാൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? ദുനിയാവിലെ ചില റിസൾട്ടുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആകാംക്ഷകൾ അനന്തമായ ലോകത്തിൻ്റെ റിസൾട്ടിൽ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനാണ് ഇന്നത്തെ ഖുതുബ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതായുസ് മുഴുവൻ എല്ലാ മുക്കുകളും കോണുകളും അരിച്ചു പെറുക്കി നോട്ടങ്ങളും സംസാരങ്ങളും ഇടപാടുകളും താൻ ഭൂമിയുടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തിനെല്ലാം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം വ്യക്തമായി വിചാരണ ചെയ്ത് റിസൾട്ട് കയ്യിൽ തരുന്ന ഒരു ലോകം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദലയുടെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പരാമർശങ്ങളാണ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, മനുഷ്യരെ മുഴുവൻ ഉയർത്തിയെന്നേൽപ്പിക്കുന്നൊരു ദിവസം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, എന്തിനാണ് ആ ഉയർത്തിയെന്നേൽപ്പ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ അള്ളാഹ് ഉണ്ടാക്കിയത്? അതാണ് ഈ ഉത്തരം. നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ജീവിതായുസ്സിനിടയിൽ പ്രവർത്തിച്ച പലതും മാനുഷികമായി മറന്നുപോയിട്ടുണ്ടാവും. ഇന്നലെ വരെ ചെയ്തത് എന്താ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചിലതൊക്കെ പറഞ്ഞെടുക്കാൻ കഴിഞ്ഞേക്കാം, വ്യക്തമല്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അഹ്സാഹുല്ലാഹു വനസൂ, അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. നീ അത് മറന്നാലും അള്ളാഹുവിൻ്റെ കിതാബിൽ അത് വ്യക്തമാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എന്നാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ മേൽ സാക്ഷിയാണ്.
ഈ ഒരു സിസ്റ്റം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് വ്യക്തമായൊരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തന്നിട്ട്, കുറ്റക്കാരനും നരകാവകാശിയുമാണെങ്കിൽ ഞാൻ അതിലേക്കുള്ളവനാണ് എന്ന് വ്യക്തമായ എവിഡൻസുകളും പ്രൂഫുകളും കയ്യിൽ തന്നിട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ട് 100-ൽ 101 തവണ സമ്മതിപ്പിച്ചിട്ടേ അള്ളാഹു നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കടത്തിവിടുകയുള്ളൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നേരെ തിരിച്ച് സ്വർഗാവകാശിയാണെങ്കിൽ അള്ളാഹു അതിന് നിശ്ചയിച്ചുള്ള സിസ്റ്റം എന്ന് പറയുന്നത് 60 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യൻ്റെ അവന് ബുലൂഗെത്തിയത് മുതലുള്ള അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തിയൊരു കിതാബ് അവൻ്റെ കയ്യിൽ നൽകിയിട്ട് ഓനോട് തന്നെ പറയണം. അള്ളാഹു എഴുതിയ ഗ്രന്ഥം ഓൻ്റെ കയ്യിലാണ് കൊടുക്കും. ഒരു റിസൾട്ടിൻ്റെ സിസ്റ്റം, രൂപങ്ങൾ അള്ളാഹു പറയാണ്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. എല്ലാ മനുഷ്യനും അവൻ്റെ ശകുനം ഞാൻ അവൻ്റെ കഴുത്തിൽ തന്നെ കെട്ടി തൂക്കിയിട്ടുണ്ടെന്നാണ്. ശകുനം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അവരിൽ ഞാൻ ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. ആ ബന്ധിച്ചു വെച്ചതിനെ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവൻ മരിക്കുന്നതോടുകൂടി അവൻ്റെ ആ കിതാബുകൾ അവരിൽ മടക്കി വെക്കുമെന്നും നാളെ അന്ത്യനാളിൽ ആ കിതാബുകൾ ഞാൻ അവരിൽ നിന്ന് പുറത്തെടുക്കുമെന്നും. എന്നിട്ട് എന്താണ് ആ കിതാബ് ഞാൻ എടുത്തിട്ട് ചെയ്യുക? ഇഖ്റഅ കിതാബക്, നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മോട് അല്ലാഹ് പറയണേ, നീ വായിച്ചു നോക്കുക എന്നാ പറയണേ. നീ വായിച്ചു നോക്കുക. എന്ത് വായിച്ചു നോക്കുക? കിതാബക, നിന്റെ കിതാബ് നീ വായിച്ചു നോക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഇന്ന് വിചാരണ ചെയ്യാൻ നീ തന്നെ ധാരാളമാണ്, നീ തന്നെ മതിയായവനാണ് എന്ന് അള്ളാഹുവിനോട് പറയുന്നതാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരുന്ന് കേൾക്കണം മൈൻഡ് സെറ്റോടെ അല്ലാതെ. ഒരു മനുഷ്യൻ്റെ ഹഞ്ചറയിലേക്ക്, ഹഞ്ചറ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴുത്തിലുള്ളൊരു കുഴി ഉണ്ടല്ലോ, ആ താഴെ നെഞ്ചിൻ്റെ മേലെയായിട്ട് അവിടേക്ക് ഹൃദയം കയറി ബേജാറായി നിൽക്കുന്ന സമയമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, മനിഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. സന്മാർഗത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ചവൻ ആരാണോ അത് ഓന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ചിട്ട് നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് അവൻ്റെ പദവി ഉയരുക, നമ്മൾ തെറ്റിപ്പോയ റബ്ബിൻ്റെ പദവി താഴെ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജീവിച്ച അമ്മക്ക് കിട്ടി. എന്നിട്ട് അള്ളാഹു തിരിച്ചും പറഞ്ഞു, വമൻ ضل فإنما يضل عليها. വഴികേടിൻ്റെ വഴിയിലൂടെയാണോ നീ ജീവിക്കുന്നതെങ്കിൽ നീ തന്നെയാണ് ആ സമ്പാദ്യം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലാ തസിറു വാസിറത്തും വിസറ ഉഖറ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം നെഞ്ചിൽ വഹിക്കേണ്ടി വരില്ല. ഉമ്മ ചെയ്ത തെറ്റ് ഈ വഹിക്കേണ്ടി വരില്ല. ഈ ചെയ്ത തെറ്റ് എൻ്റെ മാതാപിതാക്കളോ ഭാര്യയോ മക്കളോ വേണ്ടപ്പെട്ടവരോ വഹിക്കേണ്ടി വരില്ല, നീ തന്നെ വഹിക്കേണ്ടി വരും. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല എന്ന നീതിമാനായ റബ്ബ് പറഞ്ഞത്. ഒരു ദൂതനെയും അയക്കാതെ, വ്യക്തമായ ക്ലാരിറ്റി കൊടുക്കാതെ, വേദഗ്രന്ഥം കൊടുത്ത് കയ്യിൽ പോവുകയല്ല, പിന്നെയോ അത് പഠിപ്പിച്ചു കൊടുത്ത് വ്യക്തമായി അത് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു സമൂഹത്തെയും ഞാൻ ശിക്ഷിക്കൂല എന്നാണ്. ഇത് അല്ലാഹ് ആ സിസ്റ്റം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ബാധ്യതയാണ്. പ്രവാചകന്മാരെ പറഞ്ഞയച്ചു കഴിഞ്ഞു. ആ അധ്യാപകർ ഏറ്റവും സ്നേഹത്തോടെ തൻ്റെ സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തു. ആ സമൂഹങ്ങളിൽ ഏറ്റവും ഉദാത്ത സമൂഹമായി നമ്മെ തെരഞ്ഞെടുത്തു. ഏറ്റവും നല്ല വേദഗ്രന്ഥത്തിൻ്റെ ആളുകളായി നമ്മെ തെരഞ്ഞെടുത്തു. ഏറ്റവും നല്ല പ്രവാചകൻ്റെ അനുയായികളായി നമ്മെ തെരഞ്ഞെടുത്തു. ഇനി നമ്മുടെ ബാധ്യതയാണെന്ത്? നേരവണ്ണം ജീവിച്ചാൽ അപ്പന സിസ്റ്റമാണ് പരലോകത്തുള്ളത്. ആരും ആരെ നന്മ അങ്ങോട്ടും ചാരൂല്ല, ആരുടെയും തിന്മ അങ്ങോട്ടും ചാരൂല. ചെയ്ത തെറ്റാണോ അതിൻ്റെതായ ഫലം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ റിസൾട്ടിൻ്റെ ലോകം. ആ കിതാബ് അവൻ്റെ കയ്യിൽ കൊടുക്കുന്ന സിസ്റ്റത്തെക്കുറിച്ച് വരെ നമ്മുടെ കണ്ണിൽ കാണുന്ന രൂപത്തിൽ അല്ലാഹ് പറഞ്ഞു, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. വലത് കൈയിലൂടെയാണോ ആ ഗ്രന്ഥം കിട്ടിയത്? ആ ഗ്രന്ഥം കിട്ടിയവൻ പറയുകയാണ്, ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ. എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്നാ പറയണത്. എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ. ആരോടായി പറയണേ? തഫ്സീറുകളിൽ കാണാം. ആ വലത് കൈയിലൂടെ ഗ്രന്ഥം കിട്ടി വിജയിച്ച, റിസൾട്ടിൻ്റെ വിഷയത്തിൽ വിജയിച്ച ആ മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരന്മാരോടും അവൻ്റെ കുടുംബക്കാരോടും വേണ്ടപ്പെട്ടവരോടും അവൻ ചെന്ന് പറയുകയാണ്, അതെ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഞാൻ ഇങ്ങനെ ഒരു വിചാരണ മുൻകൂട്ടി പ്രതീക്ഷിച്ചവനാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അല്ലാഹ് പറയാൻ. ഈ വേർഡുകളല്ലാതെ അതിൻ്റെ അപ്പുറത്തൊരു പ്രയോഗം മനുഷ്യ നാളെ നടത്തൂല. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ഫഹുവ ഫീ ഈശത്തി റാളിയ.
അത്തരം ആളുകൾ നാളെ തൃപ്തികരമായ ജീവിതത്തിലാണ്. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തൃപ്തികരമായ ജീവിതത്തിലാണ്. ഏതാണ് ആ തൃപ്തികരമായ ജീവിതം? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗം. ഉന്നതമായ സ്വർഗം. ഖുതൂഫുഹാ ദാനിയ, പഴക്കുലകൾ നിന്നിലേക്ക് ചായ്ഞ്ഞു വരുന്ന സ്വർഗം. അല്ലാഹ് സ്വർഗത്തിന്റെ സിഫത്തുകൾ പറയാൻ. എന്നിട്ട് അല്ലാഹ് പറയത്രേ, കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ജീവിതത്തിന്റെ ഇന്നലകളിൽ നീ നന്മകൾ ചെയ്തതുകൊണ്ട് നീ തിന്നോളൂ, കുടിച്ചോളൂ എന്ന് പടച്ചവനെ പോലെ ആദരിക്കണം. ഇതൊരു റിസൾട്ടാണ്. നേരെ തിരിച്ചും അല്ലാഹ് പറഞ്ഞു, നേരെ തിരിച്ച് ഇടത് കൈയിലൂടെയാണ് ഗ്രന്ഥം കിട്ടിയതെങ്കിൽ അതേ അധ്യായത്തിൽ അല്ലാഹ് പറയുന്നു, അവർ പരാജിതരാൻ. ആരാണ് ആ വിഭാഗം എന്നറിയുമോ? അവൻ ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോൾ പറയുന്നത് എന്താണ്? യാ ലൈതനി ലം ഊത കിതാബിയ. നേരത്തെ വലത് കൈയിലൂടെ കിട്ടിയവൻ ഇത് ഞാൻ പ്രതീക്ഷിച്ചവനാണെന്ന് പറഞ്ഞവനാണെങ്കിൽ ഇവൻ എന്താ പറയണത്? എൻ്റെ ഗ്രന്ഥം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ. നമ്മളതിലുണ്ടാവുക നമ്മൾ അധ്വാനം എന്തിനു വേണ്ടിയിട്ടാണ്? എത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ട് ഈ ലോകത്തേക്കുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്? നല്ലോണം ആലോചിച്ചു നോക്കൂ. വലം അതിരിമാ ഹിസാബിയ, ഈ വിചാരണയെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം എനിക്കിതൊക്കെ വന്നത്. വലം അതിരിമാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ. മരണമെല്ലാം അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിലേ എത്ര നന്നായിരുന്നു. അള്ളാന്റെ വാക്കല്ലേ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, മാലിയ, എനിക്ക് അല്ലാഹ് തന്ന സമ്പത്ത് എനിക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ലല്ലോ. സമ്പത്തുകൊണ്ട് ഹുങ്ക് നടിക്കുന്ന ആൾക്കാർ, അതിൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാർ അല്ലേ? അതൊക്കെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാതെ അതിൻ്റെ പിന്നാലെ മാത്രം ഓടി അവസാനം കൂടെ വീണുടഞ്ഞ് മണ്ണിക്കണ പോണ മനുഷ്യൻ പറയാണ്, എന്ത് കിട്ടി എനിക്ക്? ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഹലകന്നി സുൽത്താനിയ, സമ്പത്തും അധികാരമൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ? ആ അധികാരത്തെയും അവിടെ പ്രത്യേകം എടുത്തു പറയണം. എനിക്ക് എൻ്റെ അധികാരങ്ങളൊക്കെ എന്നിൽ നിന്ന് നീങ്ങിപ്പോയല്ലോ. അത് വെച്ചിട്ടൊന്നും ഇപ്പോൾ ആ റിസൾട്ട് മാറ്റാൻ പറ്റൂല. ദുനിയാവ് പറ്റുമായിരിക്കും അല്ലേ? പല മെഷീനുകളിലും കള്ളത്തരങ്ങൾ കാട്ടിയിട്ട് വഞ്ചനയിലൂടെ ചതിയിലൂടെ പല കസേരകളിലേക്കും എത്തിപ്പെടാൻ ദുനിയാവിൽ കഴിഞ്ഞേക്കാം. പരലോകത്ത് നടക്കൂല. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഈ കരയുന്ന മനുഷ്യനോട് അല്ലാഹ് പറയാണ്, അവന്റെ വിഷയത്തിൽ മലക്കുകളോട് ഇടപെടുകയാണ്. ഖുദൂഹു ഫഉല്ലു, ചങ്ങലകളിൽ വരിഞ്ഞു കെട്ടടോനെ. ഈ കരച്ചിൽ കണ്ടിട്ട് കാരുണ്യവാനായ റബ്ബിന്റെ മനസ്സലിയില്ലാന്ന്. ഖുദൂഹു ഫഉല്ലു, എങ്ങനെയുള്ള ചങ്ങലകളാണ്? അവന്റെ കഴുത്തുകളിലും കാലുകളിലും കൈകളിലും ആമമിട്ട് അനങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള വരിഞ്ഞു കെട്ടലാൻ. എന്നിട്ട് എന്താ ചെയ്യണത്? സുംബൽ ജഹീമ സ്വല്ലൂ, നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. എങ്ങനെയുള്ള നരകമാണ്? എങ്ങനെയുള്ള ചെങ്ങലകളിൽ അവനെ കെട്ടണം? ഫീ സിൽസിലത്തിൻ ദറഉഹാ 70 ഫസ്ലു, 70 മുഴം ചെങ്ങലകളിലാണ് അല്ലേ സഹോദരങ്ങളെ? എന്താ ഇത് വരാൻ കാരണം? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അലീമായ റബ്ബിനെ കുറിച്ച് അവന് കൃത്യമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല അല്ലേ? നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? ഇത് ആലോചിക്കാനാണ് എല്ലാ വെള്ളിയാഴ്ച നമ്മളിത് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, വ്യക്തമായ ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? നമ്മളെന്താ ഓതിയത്? കഹ്ഫിലൂടെ വവുളിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യളിമു റബ്ബുക അഹദാ. കുറ്റവാളികളുടെ കൈകളിൽ നാളെ ഗ്രന്ഥമങ്ങ് വെക്കപ്പെടുമ്പോൾ അതവൻ നിവർത്തി വായിച്ചു നോക്കുമ്പോൾ അവൻ്റെ റിസൾട്ട് ഏതാണ്ട് അവന് ബോധ്യമായി തുടങ്ങുമ്പോൾ അവൻ പറയുന്ന വാക്കാണ്, യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, മാലി ഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു റിസൾട്ടാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അവൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാം അവൻ അതിൽ കാണുകയാണ്. രാത്രിയുടെ ഇരുളിൽ അവൻ ചെയ്തത്, അവൻ വാക്കാൽ ആരോടോ പറഞ്ഞത്,
അതുപോലെ തന്നെ അവൻ്റെ നോട്ടം, അവൻ്റെ ഇരുത്തം, അവൻ്റെ ചിന്ത, അവൻ്റെ ഇടപെടലുകൾ എല്ലാം 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 ആ ഗ്രന്ഥത്തിൽ അവൻ കാണുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, എന്ത് വല അവൻ ചെയ്തതൊക്കെ അതിലാണ് കാണുകയാണ്. എത്ര ആഴ്ചകളിൽ നമ്മൾ ഓതിപ്പോയാണല്ലേ, എന്തെങ്കിലും മനസ്സിലൊരു ടച്ചിങ് ഉണ്ടായോ? നമുക്ക് ഒരു ചെറിയൊരു സ്പർശനം, ഒരു ചെറിയൊരു തരിപ്പെങ്കിലും നമുക്ക് ഉണ്ടായോ? വലായലിമു റബ്ബുക അഹദ എന്നാണ്. അല്ലാഹ് ഒരാളോടും ഒരക്രമവും ചെയ്യില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ പരാജയം ഉണ്ടല്ലോ, ഈ പരാജയത്തെക്കുറിച്ച് റബ്ബന്നെ പറയണത് എന്താ അറിയുക? ഈ പരാജയത്തെക്കുറിച്ച് അല്ലാഹ് പറയണത് എന്താ അറിയുക? അതിങ്ങനെ ഈ കേവലം ടാവട്ടത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ റിസൾട്ട് വരുന്ന നഷ്ടമല്ല അത്. അതൊരു 5 കൊല്ലം കഴിഞ്ഞാൽ അവന് പിന്നെയും കസരി കയറാൻ പറ്റും അല്ലേ? പക്ഷെ അതല്ല. ഈ നഷ്ടത്തെക്കുറിച്ച് അല്ലാഹ് പറയണത് എന്താ? പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചുവരവില്ല. അവിടെ ഒരു തിരിച്ചുവരവില്ല. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. സ്വന്തത്തിനും തൻ്റെ കുടുംബത്തിനും നഷ്ടം വരുത്തി വെച്ചവരായ ആളുകൾ ആരാണവർ? റിസൾട്ട് പരാജിതരായി നാളെ കൈകളിൽ കിട്ടിയവരാൻ. ആ നഷ്ടത്തെക്കുറിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞതെന്താ? അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. എന്താ മുബീൻ എന്ന് പറഞ്ഞാല്? ഇതിൻ്റെ അപ്പുറത്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത നഷ്ടമാണത്, വ്യക്തമായ നഷ്ടം. നോക്കൂ നിങ്ങൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എത്ര വചനങ്ങളിലാണ് അല്ലേ? അപ്പം ഈ നഷ്ടം പരലോകത്ത് നേടിയെടുക്കുന്ന തരത്തിലുള്ള വിജയാഹ്ലാദങ്ങളും പെരുമാറ്റങ്ങളും ഇടപെടലുകളും ആകരുത്. ഇപ്പം ഇനി 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ. അന്നൊരു മുജാഹിദ്, അന്നൊരു മുഅ്മിൻ, അന്നൊരു സലഫി പാടില്ല, കാണാൻ പാടില്ലാത്ത കുറച്ച് രംഗങ്ങൾ അന്നത്തെ ഖുത്ബി പറയണം. എന്തിന് ഈ പറയുന്ന പരാജിതരിൽ നാളപ്പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിലൊന്നെന്താ അറിയുക? റിസൾട്ട് മാറി നമ്മൾ വിചാരിച്ച ടീം ചിലപ്പോൾ തോറ്റേക്കാം, അല്ലെങ്കിൽ ജയിച്ചേക്കാം. എന്ത് തന്നെയാണെങ്കിലും പരസ്പര പരിഹാസങ്ങൾ ഒരു മുഅ്മിനിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒരു രംഗത്തും പാടില്ല. അത് ഇവിടെ മാത്രമല്ല, ഒന്നതാണ്. പരസ്പര പരിഹാസങ്ങൾ പാടില്ല, കുത്തുവാക്കുകൾ പാടില്ല, പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ടുള്ള അപമാനങ്ങൾ പാടില്ല. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണല്ലേ സൂറത്തുൽ ഹുജറാത്തിലെ ഒരായത്ത്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ സംസ്കാരങ്ങൾ എന്തൊക്കെയാകണം, ആദാബുകൾ എന്തൊക്കെയാകണം എന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്ത് ഹുജറാത്ത്. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് എത്ര സ്ഥലത്താണ് 49-ാമത്തെ സൂറത്തിൽ അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു പറയണത്? എത്ര സ്ഥലത്താണ് പറയണത്? അതിലൊരായത്ത് ഏതാ പറയുന്നത്? അതിലൊരായത്താണ് 11-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. വിശ്വാസികളെ, നമ്മളെ വിളിക്കണം അല്ലാഹ്. അള്ളാഹിലും റസൂലിലും ഈമാൻ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നേ. ഈ നമ്മളെ പടച്ചോൻ വിളിക്കുകയാണ്. സഹാബികൾക്ക് ഇങ്ങനത്തെ ആയത്തുകൾ കേട്ടാൽ ഒന്നൊന്നുകൂടി ശ്രദ്ധിച്ച് കാത് കൂർപ്പിച്ച് കേൾക്കുമായിരുന്നു എന്നാണ്. നമ്മളോടാണ് പറയണത്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്, നമുക്ക് യോജിച്ചതല്ല, ഭൂഷണമല്ല, നമ്മുടെ കൾച്ചറല്ല. എന്തേ അല്ലാഹ് പറയാൻ കാരണം? അസാ യകൂനു ഖൈറൻ മിൻഹും. ഒരുപക്ഷെ നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവർ നിങ്ങളെക്കാൾ അള്ളാഹിനെടുക്കൽ ഖൈറായിരിക്കും. പിന്നെ എന്തിനാ നിങ്ങൾ ആ പണിക്ക് പോണത് എന്ന് അല്ലാഹ് ചോദിക്കണത്. സ്ത്രീകളെ കുറിച്ച് പറഞ്ഞില്ല, വലാ നിസാഉം മിൻ നിസായിൻ. സ്ത്രീകൾ മറ്റൊരു ജനവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പരിഹസിക്കേണ്ട. സഹോദരിമാരെ, നിങ്ങളോട് പടച്ചോൻ പറയാണ്, ആരെയും പരിഹസിക്കാൻ പോണ്ട. അസാ യകുന്ന ഖൈറൻ മിൻഹുൻ. നിങ്ങൾ കളിയാക്കണ വിഭാഗമാകുന്ന സ്ത്രീവർഗം ഉണ്ടല്ലോ, നിങ്ങളെക്കാൾ ഖൈറായ സമൂഹമായിരിക്കാം. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലാ തുൽമിസു അൻഫുസകും. നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കുറവാക്കി സംസാരിക്കാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്. അസഭ്യമായ ഇരട്ടപ്പേരുകൾ വിളിക്കല്ല. 1400 കൊല്ലം മുമ്പ് സഹോദരങ്ങളെ അല്ലാഹ് പറയാണ്, ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കണ്ട. അതിഞ്ഞ് റിസൾട്ടിൻ്റെ വിഷയം വന്നാലും എന്ത് വന്നാലും നമുക്കത് പറ്റൂല. മാത്രല്ല, ബീസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഒരു സത്യവിശ്വാസത്തിന് ശേഷം ദുഷിച്ച പേര് വിളിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ കപടനും തോന്നിവാസിയും വേറെ ആരുണ്ട്? ഒരു വിശ്വാസം എന്ന് പറയുന്ന മഹാ അനുഗ്രഹം നെഞ്ചും കൂടിൻ്റെ ഉള്ളിൽ അല്ലാഹ് വെച്ച് തന്നിട്ട് വീണ്ടും തോന്നിവാസത്തിലേക്ക് പോകേണ്ട അവസ്ഥ എന്താണെന്നാണ് അല്ലാഹ് ചോദിക്കണത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വമല്ലം യതൂബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. പറ്റിപ്പോയോ? ഫമല്ലം യതൂബ്, തൗബ ചെയ്തില്ല എങ്കിൽ അവനാണ് അക്രമി എന്ന് അല്ലാഹ് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഹബീബായ മുത്തുനബി പറഞ്ഞ എന്താണ്? ലൈസൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അല്ല, അല്ലെങ്കിൽ ഒരു വിശ്വാസിയാവുകയില്ല ആരെ? ബിത്ത്ആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദി. ഒരു വിശ്വാസിക്കാകാൻ കഴിയാത്ത രംഗങ്ങളാണിത്. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവനാകില്ല, ശപിക്കുന്നവനാകില്ല,
തെറി വിളിക്കുന്നവനാകില്ല, പുലഭ്യം പറയുന്നവനാകില്ല. റിസൾട്ട് വരുമ്പോ അങ്ങനത്തെ ടീമിന്റെ ഒപ്പം കൂടുക വേണ്ട. മനസ്സിലായോ? റിസൾട്ടും വോട്ടും അതൊക്കെ നമ്മളെ അനുവദിക്കപ്പെട്ട രംഗത്തൂടെ അങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ ഇങ്ങനെ പരിഹസിക്കുന്ന ടീമിന്റെ വിഭാഗത്തിന്റെ കൂടെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ തന്നെ മതി. ഞാൻ വരുന്നുണ്ട്, ഖുർആന്റെ 2 ആയത്ത് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു വിശ്വാസിക്ക് ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാ പറയണം. ഒക്കെ ഈമാ കൊണ്ടുപോയിട്ട് റോട്ട് കൊണ്ടുപോയി കളയരുതെന്ന്. അധ്വാനിച്ചതൊന്നും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, അത് പറയാനാണ് ഈ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ ഫുസൂഖാണ്, അധർമ്മമാണ്. എത്ര ആളുകൾ പരസ്പരം കുത്തുവാക്കുകളും ചീത്തയും പറഞ്ഞാണ്. ആരാണത്? ഒരു സൊഫിൽ നിസ്കരിക്കണമല്ല. ആരാണിത്? മുഅ്മിനായ ഒരാളെയാണ് ഈ ചെയ്യുന്നത്. ഫുസൂഖാണ് സഹോദര സഹോദരി, പാടില്ല, അധർമ്മമാണത്. വഖിതാലുഹു കുഫ്റുൻ, അത് നമ്മുടെ വിഷയമല്ല, പോട്ടെ. പിന്നെ കൊല്ലൽ കുഫ്റാണെന്ന് മനസ്സിലായോ? അപ്പൊ ആരാണ് മുഫ്ലിസ് എന്നൊരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണ്ടേ. എന്താ ചോദ്യം? ആരാണ് നബിയെ മുഫ്ലിസ്? അസഹാബികൾ ആരാണ് മുഫ്ലിസ് നിങ്ങൾക്ക് അറിയോ? അപ്പൊ സഹാബികൾക്കാരുടെ മുഫ്ലിസ് ആരറിയോ നിങ്ങൾ? കയ്യിൽ 5 പൈസ ഇല്ലാത്ത, 1 പൈസ ഇല്ലാത്തവർക്കാണ് ഓല ഭാഷയിൽ മുഫ്ലിസ് എന്ന് പറയാം, തുലഞ്ഞവൻ എന്ന അർത്ഥം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാല് എണ്ണി പറയാണ്, യഅ്തി യൗമൽ ഖിയാമത്തി ബിസ്വലാ വസിയാം വസകാത്ത്, നോമ്പും സക്കാത്തും എല്ലാ നിസ്കാരം കൊണ്ടൊക്കെ വരുന്ന നിങ്ങളെ പോലത്തെ വിശ്വാസികൾ തന്നെയാ. പക്ഷെ എന്താ പ്രശ്നം? ഓനൊരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. എന്താ പ്രശ്നം? ഓനൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. എന്താ പ്രശ്നം? ഓനൊരാളെ പരിഹസിച്ചിട്ടുണ്ടാവും. ഇതിലൂടെ എന്താ സംഭവിക്കുക? നമ്മളെ അമല് ഇപ്പം ഈ ജുമ ഉണ്ടല്ലോ, ഇത്ര നല്ല കർമ്മ അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ, ഇത് നമ്മൾ കുറ്റം പറഞ്ഞവൻ്റെ അക്കൗണ്ടിൽ കൂടെ പോവുക. നമ്മൾ അധ്വാനിച്ച പൈസ നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ആലോചിച്ച് നോക്കിക്കണം. അതുമാത്രം ആലോചിച്ച പോരെ. അപ്പൊ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കുറവാക്കലുകളും അസഭ്യം വിളികളും ആരെക്കുറിച്ചാണോ നടത്തിയത് ഓല അക്കൗണ്ടിലേക്ക് പോകുന്ന നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ ചെന്നിക്കുമ്പോൾ ചെയ്യാത്ത കുറേ നന്മ നമ്മളെ അക്കൗണ്ടിലും ചെയ്ത നന്മ നമ്മുടെ അടുത്ത് കാണാനുമില്ല. അള്ളാഹിനോട് ചോദിക്കും, എന്താ റബ്ബേത്? അപ്പൊ അള്ളാഹ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും, ഇന്ന ആളൊക്കെ പച്ചർച്ചി തിന്നിന്നില്ലേ എന്ന് വയ്ക്കുക. അതുകൊണ്ട് ആദ്യം സ്വയം നന്നാകേണ്ട, എന്നിട്ടല്ല മറ്റവനെ കുറിച്ച് കുറ്റം പറയല്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഹങ്കാരത്തിന്റെ വിഷയമാണ്. ഞാൻ ചുരുക്കുകയാണ്, പെട്ടെന്ന് ചുരുക്കുകയാണ്. അഹങ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ എന്ന് പറയുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എവിടെ വിജയിച്ചാലും ശരി, അതൊന്നും മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനുള്ള ലൈസൻസ് ആകരുത്. ഒരു പദവി കൂടി എനിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, ഒരു സന്തോഷ വാർത്ത എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിട്ടുണ്ട് എങ്കിൽ, അത് എനിക്ക് റബ്ബ് വായു നൽകിയതുപോലെ, വെള്ളം നൽകിയതുപോലെ, മക്കളെ നൽകിയതുപോലെ, വീട് നൽകിയതുപോലെ, വാഹനം നൽകിയതുപോലെയുള്ള മറ്റൊരു അനുഗ്രഹമാണ്. വീട് കിട്ടിയിട്ട് അഹങ്കരിച്ച് എങ്ങനെ ഉണ്ടാവും? വണ്ടി കിട്ടിയിട്ട് കിബിർ നടിച്ച് എങ്ങനെ ഉണ്ടാവും? സഹോദരങ്ങളെ, അതേപോലെ തന്നെ ഒരു വിജയം കിട്ടിയിട്ട് മറ്റോന്റെ നേരെ കിബിർ നടിച്ചാൽ അതും തെറ്റാണ്. വിശ്വാസിക്ക് അത് പാടില്ല. എന്താ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. എന്താ ഈ ദർറത്ത് എന്ന് പറഞ്ഞാൽ? ഓട്ട വെയിലിലൂടെ പാറുന്ന 10,000 പൊടിപടലങ്ങളിൽ മൈന്യൂട്ടായ ഒരു പൊടിക്ക് പറയുന്ന പേരാണ് ദർറ. ഇതിൻ്റെ അപ്പുറത്ത് വിശദീകരിക്കാൻ പറ്റുമോ? പഞ്ചസാര മണി താഴെ വീഴുമ്പോൾ അത് പെറുക്കാൻ വരുന്ന കറുത്ത ഉറുമ്പിന്റെ കാലുകളിൽ 1. അത്രത്തോളം കിബിർ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും സ്വർഗത്ത് കിടക്കില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെയൊക്കെ അള്ളാഹു കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റുമാറാകട്ടെ. അറിയാതെ വല്ല കിബിറിൻ്റെ വല്ല സ്വഭാവങ്ങളും നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ ഗഫൂറായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. സഹോദരങ്ങളെ, കിബിർ നടിച്ചിട്ടേ പരാജയപ്പെട്ട കുറച്ച് ആൾക്കാരെ നമ്മളെ മുമ്പ് അള്ളാഹ് എടുത്തു കാണിച്ചു തന്നിട്ടില്ലേ? അതിൽ നമ്മളെ മനസ്സിക്ക് ആദ്യം വരുന്ന ആളെ പേരേതാ? ഫിരൗനല്ലേ. ഫിരൗൻ എന്തിൻ്റെ പേരിൽ അഹങ്കരിച്ചത്? അധികാരത്തിൻ്റെ പേരിലാ. മിസ്രിന്റെ മണ്ണിൽ അധികാരം കിട്ടിയപ്പോൾ ഓൻ അതോട്ട് എന്താ ചെയ്തത്? ഞാൻ വിശദീകരിക്കണോ? അതുപോലെ തന്നെ ഈ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച കാറൂന്മാരില്ലേ, ഇവർക്കൊക്കെ എന്തുണ്ടായത്? വള്ളത്തൊക്കെ കല്ലിട്ട പോലെ ഭൂമിക്കണ വിട്ട് അല്ലാഹു തെരഞ്ഞ കാണാത്ത രൂപത്തില്. അങ്ങനെ അള്ള പിടിച്ച കുറെ മനുഷ്യന്മാരുണ്ട്. തീർന്നോ? ആദ് സമൂത് ഗോത്രങ്ങൾ. അള്ള എന്താ പറഞ്ഞത്? ഭൂമിയിൽ അഹങ്കരിച്ചു. അള്ള കൃത്യമായിട്ട് പിടിച്ചു പോലെ. അതുകൊണ്ട് ഇത് ഞമ്മക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല സഹോദരങ്ങളെ. അതിന് ജയം വന്നാലും തോൽവി വന്നാലും, ഇനി ഈ ദുനിയാവിൻ്റെ ഏറ്റവും ഉന്നത ലെവലിൽ നമ്മൾ പോയിരുന്നാലും നമ്മൾ വിനയമുള്ളവരാകണം. ഏതുപോലെ? മാമ്പഴമൊക്കെ ഉണ്ടാകുന്ന കാലമാണല്ലോ. നിങ്ങളൊരു മാമ്പഴത്തിൻ്റെ കൊമ്പ് ശ്രദ്ധിച്ചു നോക്കുകൊണ്ടു. നല്ലോണം മാമ്പഴം ഉണ്ടാകുമ്പോൾ ആ കൊമ്പ് ഇങ്ങനെ നിവർന്നു പോവല്ല ചെയ്യുക, അതിങ്ങനെ താഴ്ന്നു വരിക ചെയ്യുക. എന്താ കാരണം? അതുപോലെയാണ്
ചില ഹദീസുകളിലും പണ്ഡിതന്മാരുടെ വചനങ്ങളിലൊക്കെ കാണാൻ പറ്റും, ഒരു വിശ്വാസി അനുഗ്രഹങ്ങൾ കൂടുന്തോറും വിനയമുള്ളവനായി മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്തറിയോ, ഈ വിജയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പറയും ഇന്ന ടീം ജയിച്ചാൽ ഇത്ര ബെറ്റ് അല്ലേ, അതുപോലെ തന്നെ പന്തയങ്ങൾ, ഇതൊക്കെ ഹറാമിൻ്റെ ലിസ്റ്റിൽ എണ്ണിയതാ. ഇതൊന്നും തിന്നാനും പോണ്ട, ആ പരിപാടിക്കും പോണ്ട. ആര്? ഈ ഹുത്തുബ കേൾക്കണ മുഅ്മിനീങ്ങളിൽ പെടണ്ട, നമ്മളെ കുടുംബക്കാർ പെടണ്ട. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ത്? അത് പൈശാചികമാണ്, മ്ലേച്ഛമാണ്. നമ്മോട് എന്താ പറഞ്ഞത്? പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടും പറഞ്ഞത് ഹലാല് തിന്നണേന്നാണ്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടും പറഞ്ഞെന്താ? ഹലാല് തിന്നണേന്നാ. മദ്യനിരോധനത്തിന്റെ ആയത്തിന് വിശദീകരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറഞ്ഞെന്താ? മൈസിർ, അൻസാബ്, അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. പന്തയങ്ങളും ഇതുപോലെയുള്ള ബെറ്റുവെക്കലുകളും പരസ്പര വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ഇതിൻ്റെ പേരിലുള്ള ഭക്ഷണം കഴിക്കലും അതുപോലെയുള്ള അതിൻ്റെ പേരിലുള്ള സമ്പാദ്യങ്ങൾ നേടിയെടുക്കലും, അതുകൊണ്ട് നീ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളോ ഭക്ഷണങ്ങളോ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഹറാമാണ്. ഹറാം ശരീരത്തിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ്റെ ശരീരം സ്വർഗത്ത് പോകില്ല എന്നാണ്. അതായത് ഒരു വറ്റ് ഹറാം നമ്മൾ വയറ്റിക്ക് പോയിക്കണമെങ്കിൽ സഹോദരങ്ങളെ, സുദീർഘമായി യാത്ര ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത്? യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ട് എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? ആ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ടെന്ന് മാത്രമല്ല, ആ മനുഷ്യൻ കൈകൾ ഉയർത്തി റബ്ബിനോട് 3 വട്ടമാണ് അത്രേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഒരു വഴിയാണ്. ഒരു പ്രാർത്ഥന 3 വട്ടം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാ. അതും ആ മനുഷ്യൻ പറയുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്നാ പറഞ്ഞത്. മുസാഫിറാണ്, ആവർത്തിച്ചു പ്രാർത്ഥിച്ചു. 3ാമത്തെ ഒരു ക്വാളിറ്റിയും അയാളിൽ ഉണ്ടായിരുന്നു. അതെന്താണ്? റബ്ബേ എന്നുള്ള റബ്ബിന്റെ ജലാലത്തിന്റെ ഇസ്മി വെച്ച് പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹു നിരാശരാക്കില്ല. ഖുർആനിൽ അള്ളാഹ് പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ റബ്ബിന്റെ പേരാ. റബ്ബനാ ഹബ്ലനാ, റബ്ബനാ ലാ തുസീ ഖുലൂബനാ, അതുപോലെ തന്നെ റബ്ബനാ ഇന്നക ജാമിഉൻ നാസ്, അതുപോലെ തന്നെ റബ്ബനാ ഹബ്ലനാ. എത്ര പ്രാർത്ഥനകളാ! പ്രാർത്ഥനകളൊക്കെ റബ്ബ് എന്നുള്ള പേര് വെച്ചിട്ട്. പണ്ഡിതന്മാർ പറയേണ്ട, ആ പേര് വെച്ച് പ്രാർത്ഥിച്ച അള്ളാഹ് തട്ടൂലാൽ. ആ പേര് വെച്ചിട്ടാണ് ആ മുസാഫിർ പ്രാർത്ഥിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയണേ, അന്നാ യുസ്തജാബു ലക. അദ്ദേഹത്തിന് എങ്ങനെ ഉത്തരം കിട്ടാന്? കാരണം എന്താ? ഓൻ തിന്നതും കുടിച്ചതും ധരിച്ചതൊക്കെ ഹറാമാണ്. അതുകൊണ്ട് അന്യായമായിട്ട് വല്ലതും അക്കൗണ്ടിക്ക് വീണിക്കണോ നമുക്ക് വേണ്ടട്ടോ. അതുകൊണ്ട് ഷർറല്ലാതെ ഒരിക്കലും ഹൈറുണ്ടാവില്ല. അതിപ്പോൾ ഇനി ഈ വിജയപരാജയങ്ങളുടെ റിസൾട്ടിലും പന്തയത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലാണെങ്കിലും ശരി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇത് ഞാൻ ഒരു ഹുത്തുബയായിട്ട് എന്നുള്ള വാക്കിൽ മാത്രമല്ല പറയണത്, മനസ്സെന്ന് പറയണത്. അമലുകൾ പൊളിച്ചു കളയണ ഓരോടത്തും എന്ത് വെല്ലുവിളികളും എന്ത് നഷ്ടങ്ങളും അതിൻ്റെ പേരിൽ വന്നാൽ, ഇല്ല എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തിടത്ത് എന്നെ കാണില്ല, എൻ്റെ മുത്തുനബി എന്നോട് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. എങ്ങനെയുള്ള മുത്തുനബിയാണ്? കുൽ ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചുരുക്കാം സഹോദരങ്ങളെ, 8 കാര്യങ്ങളാണ് പറയണത്. അതിലാരൊക്കെ പെട്ടവർ? നിങ്ങളെ പിതാക്കന്മാർ, ഉപ്പാരെ, സ്വന്തം ഉപ്പാരെ. പിന്നെ പറഞ്ഞെന്താ അറിയോ? മാതാവും പിതാവും പെടും. നിങ്ങളെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങൾ, സ്വന്തം ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, ഓലെല്ലാം, നിങ്ങളുടെ ഇണകൾ, നിങ്ങളെ കൂടെ നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ഇണകളില്ലേ അവർ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ചോരബന്ധമുള്ള കുടുംബബന്ധം, അതുപോലെ തന്നെ നഷ്ടം വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും ബിസിനസ്സുകളും, നിങ്ങൾ അതിലൂടെ നേടിയെടുത്ത പൈസ കൊണ്ടുണ്ടാക്കി നിങ്ങളുടെ വീടില്ലേ, മസാക്കിന് തർലൗനഹ, അത് അള്ള എണ്ണിയതിലേ, കണ്ണിന് കുളിർമയേകുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. ഈ 8 കാര്യങ്ങൾ നമ്മൾക്കൊരിക്കലും ഉപേക്ഷ വരുത്താൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തോട് അത്രത്തോളം ഒട്ടി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണോ അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും അവരുടെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നോളി. എന്ത്? ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത് നിങ്ങൾ കാത്തിരുന്നോളി എന്നാണ്. എന്താ കൽപ്പന? പണ്ഡിതന്മാർ പറയണം ഐ അൽ ഉഖൂബത്ത് എന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങുന്ന പറഞ്ഞു. അത് പല കോലത്തിലായിട്ട് ഇറങ്ങും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനായി ജീവിക്കുക, സ്വർഗാവകാശിയുടെ ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാടുകളിൽ കാണുന്നൊരു കാര്യമാണ് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത്, അതുപോലെയുള്ള ഈ തോന്നിവാസങ്ങൾ തന്നെ പറയുന്നതിനെക്കുറിച്ച് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ആളുകൾ. എന്തിനാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതും? സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മളൊക്കെ പറയാറുള്ളത് അല്ലേ? പക്ഷെ നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു വലിയ ദ്രോഹങ്ങൾ ആ വിഷയത്തിൽ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ 4-ാം തീയതി ഒരാൾക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശം നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ വിഷയത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്? അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണ്ടേ? എന്താ പറഞ്ഞത്? അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70 ശാഖകളാണ്. ഫഅഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശാഖ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅദ്നാഹ, ഏറ്റവും താഴെയുള്ളത് ഏതറിയോ? ഇമാത്തത്തുൽ അദാനി ത്വരീഖ് എന്നാണ്. അത് നബിദിന റാലി നടക്കുമ്പോൾ മാത്രം പറയാനുള്ള ഹദീസല്ല. നബിദിന റാലി നടക്കുമ്പോൾ വഴി ബ്ലോക്കാക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഹദീസ് മാത്രമല്ല. ഏതോ രാഷ്ട്രീയ നേതാവ് നമ്മളെ പഠന പരിസരത്ത് വന്നപ്പോഴല്ലേ ഒരു സഹോദരൻ ഞാനുമായി ഒന്ന് സംബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ നിന്നപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയ അറിയങ്ങൾ. നമ്മളിവിടെ അങ്ങനെ കുത്തിയിരുന്നു. എന്താ കാരണം? ആ ബ്ലോക്കാക്കിയതും മുഴുവൻ അതിൻ്റെ തീരുമാനങ്ങൾ അത് ഉണ്ടാക്കിയെടുത്ത് നമ്മളാണെന്നല്ല ഞാൻ പറയണേ. അതിൽ ഈ പോയി നിന്നോ? ഈ കുറ്റക്കാരനാണ്. അവിടെ നിൽക്കണോലൊക്കെ ചെയ്ത പോലെ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ എത്ര നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സഹാബികൾ ചോദിക്കുകയാണ്, വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിയിലുള്ള അവകാശങ്ങൾ അതിലൂടെ കടന്നു പോകുന്നവർക്ക് ചെയ്തു കൊടുക്കണമെന്ന്. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ ഞങ്ങൾ എന്താണ് അവർക്ക് അവകാശങ്ങളായി ചെയ്തു കൊടുക്കണം? വമാ ഹഖ്ഖു ത്വരീഖ് യാ റസൂലല്ലാഹ്. എന്താണ് റോഡിലൂടെ വഴികളിലൂടെയൊക്കെയുള്ള അവകാശങ്ങൾ എന്താ നബി? അന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അഗ്ളുൽ ബസർ, കണ്ണിനെ താഴ്ത്തണം. കുറേ പെണ്ണുങ്ങളും അതുപോലെയുള്ള ഔറത്ത് പൂർണ്ണമായി മറക്കാത്തൊരു കടന്നു പോകണം. അങ്ങനെ ചെന്ന് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഇങ്ങനെ സമയം കളയണ്ട യുവാക്കളെ. അതിനു വേണ്ടി ഉണ്ടാക്കിയ ചില ഇടങ്ങളില്ലേ, ഫോണിൽ തോണ്ടിയിരുന്നും ഗെയിം കളിച്ചും ജീവിതത്തിൽ അല്ലാഹ് തന്ന സമയം കൊന്നുകളയുന്നവരെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യൻ വിലപിക്കുന്നത് സമയത്തിന് വേണ്ടിയിട്ടാണ്. മരണം മുതൽ വിലപിക്കുന്നത് സമയത്തിന് വേണ്ടിയിട്ടാണ്. വിചാരണയുടെ കോടതിയിൽ നിൽക്കുമ്പോൾ സമയമാണ് ചോദിക്കുന്നത്. അതല്ലേ നീ ബസ് സ്റ്റോപ്പുകളിൽ ഇരുന്നു കൊണ്ട് ടൗണുകളിൽ ഇരുന്നു കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നത്? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞില്ല, ഈ ആദ്യം ടൗണിലെത്തുന്ന ആളാകണ്ട, അവസാനം പോരുന്ന ആളും ആകരുത്. ആവശ്യമുണ്ടോ പോയി വരിക. അവിടെ ഇങ്ങനെ സമയം കളയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള ഇടങ്ങളാണ് അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പം എന്ത് ചെയ്യുക? കണ്ണ് താഴ്ത്തിയിരിക്കുക. അതുപോലെ തന്നെ വഖഫുൽ അദാന, അതാണ് നമ്മളെ വിഷയം. ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുക. നമ്മളെന്താ ചെയ്യുക? ഇനി നമ്മളെ ടീമൊന്ന്, രാഷ്ട്രീയ ടീമൊന്ന് ജയിച്ചോക്കട്ടെ. പടക്കം പൊട്ടിക്കുന്ന ആളെ ടീമിൻ്റെ കൂടെയും മ്യൂസിക് ഇട്ട് ചാടിക്കളിക്കുന്ന ആളെ കൂട്ടത്തിലും മുജാഹിദ് പോയി നിൽക്കുമോ? ഇത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഇതെന്റെ ബാധ്യതയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാനിത് പറഞ്ഞു എന്ന് സുഖിപ്പിച്ച് പ്രസംഗിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് പറയണത്. ഈ അന്ന് വീട്ടിൽ കുത്തിരുന്നോ? ആ കിട്ടിയ അനുഗ്രഹത്തിന് റബ്ബിന് സ്തുതി ചെയ്തോ? പക്ഷേ ഹറാമുകളിലേക്ക്, മുത്തുനബിയെ ധിക്കരിക്കുന്ന വഴികളിലേക്ക് പോകാൻ നമുക്ക് പറ്റുമോ? ഇത്ര രോഗികൾ ചിലപ്പോൾ പോകണ്ടാവും. കൂടി ആംബുലൻസുകൾ പോകുന്നുണ്ട് അല്ലേ? നമ്മളെ തടഞ്ഞിട്ട് 1 മിനിറ്റ് വൈകിട്ട് ആ ആംബുലൻസിൽ കിടക്കുന്ന പ്രാണനോട് പിടയുന്ന രോഗി മരിച്ചിക്കണമെങ്കിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ആശുപത്രികളിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. എന്തേ 4-ാം തീയതി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ശ്രദ്ധിക്കണം വിശ്വാസികളെ. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് തിന്മ ചെയ്യുന്ന ആളുകളെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങൾ അതിനെതിരെ ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിൽക്കരുത്. അതിൽപ്പെട്ട ഒന്നാണ് എന്തറികൾ, പിന്നെ ഈ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും പരിഹാസങ്ങളും വിളിച്ചു പറയുന്ന പ്രകടനങ്ങൾ, നല്ല DJ സൗണ്ടിൽ പാട്ടിട്ടിട്ട് ഇങ്ങനെ തരിക്കണ പാട്ടുകൾ ഇട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോവുക. ഞാനത് കേൾക്കണമെന്നല്ല, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പോകണുള്ളൂ. പറ്റൂല. കള്ളുടിക്കണ സദസ്സിൽ പോയിരിക്കാൻ പറ്റുമോ? നമ്മൾ കുടിക്കണില്ലെങ്കിലും. പരിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞില്ലേ? അതിൽ 6-ാം അധ്യായത്തിൻ്റെ 68 1 വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളുടെ വില കൊടുക്കാതെ പരിഹസിക്കുന്ന ആളുകളെ കൂടെ നബിയെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് അൻഹും, അവരിൽ തിരിഞ്ഞു പോകണ പോലെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അവർ ആ തിന്മയിൽ നിന്ന് മാറി മറ്റൊരു നന്മയുടെ ചർച്ചയാകുന്നത് വരെ അങ്ങനെയാണ് അവർക്ക് ഇരിക്കാം, അല്ലെ അവിടെ നിൽക്കാൻ പാടില്ല. ഇബാദുർ റഹ്മാന്റെ ക്വാളിറ്റികൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണ്. 25-ാം സൂറത്തിന്റെ അവസാനത്തെ ആയത്തുകൾ അതിൽ പറയുന്നുണ്ട് തിന്മയുള്ളടത്ത് വിശ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് സെലിബ്രേഷനുകളാകാം ഇസ്ലാമിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന്.
അതിൻ്റെ അപ്പുറത്താണോ ഞാൻ അങ്ങോട്ടില്ല. അതിൻ്റെ പേരാണ് നിലപാട്. അതിൻ്റെ പേരാണ് നിലപാട് അല്ലേ? അതേപോലെ തന്നെ മറ്റൊരായത്താണ് 4-ാം അധ്യായത്തിലെ 140-ാമത്തെ ആയത്ത്. സഹോദരങ്ങൾ, ഇത് ഞാൻ നിർത്തുകയാണ്. ഇത് ഞാൻ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, ഒരു വിഷയത്തിലും ആരോടും അനീതി കാണിക്കാതിരിക്കാനും നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. തൻ്റെ ടീം ജയിച്ചു. എതിർ ടീമിലുള്ള രാഷ്ട്രീയ കക്ഷി നമുക്ക് ഒരു ഉപകാരം ചെയ്യാത്ത കക്ഷിയാണെങ്കിലും സഹോദരങ്ങൾ, അവരെ കൊണ്ടാണ് സമൂഹത്തിന് ഹൈറെങ്കിൽ ആ ഹൈറിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഈ വ്യക്തിപരമായ വിരോധങ്ങൾ കാരണം, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നന്മ ചെയ്യണമല്ലോ തിന്മ ചെയ്യണമല്ലോ ഒക്കെ അല്ലേ, അതിൽ ബുദ്ധിയുള്ളൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഹൈറായ രൂപത്തിൽ ഇടപെടുന്ന ആളുകൾ ആരാണോ ഓലക്കൂട്ടത്തിൽ കൂട്ടിയിട്ട് നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നല്ലാതെ നമുക്ക് എതിർ ടീം ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും നീതിയുടെ കൂടെ നമ്മൾ നിൽക്കണം. ഖുർആൻ അതും പറഞ്ഞിട്ടുണ്ട് 1400 കൊല്ലം മുമ്പ്. അതും പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വാ. നീതിക്ക് സാക്ഷ്യം വഹിക്കണം. ഒരു ജനവിഭാഗത്തോടുള്ള വിദ്വേഷം, അവരോട് അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുതെന്ന് പടച്ചോൻ മാഇദ സൂറത്തിൽ പറയാൻ. വിശ്വാസികളെ ഇത് ശ്രദ്ധിക്കണം. 9-ാമത്തെ കാര്യമായിട്ട് ഞാനിത് പറഞ്ഞത്. ഇനി മാത്രമല്ല, ഇതിൻ്റെ അവസാനത്തെ വിഷയം തരങ്ങൾ, ഇത് നമ്മൾ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ 3 വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാരങ്ങൾ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും കൽപ്പന ഇതൊക്കെ കേട്ടിട്ടും വീണ്ടും ഈ തിന്മയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു വിഭാഗം അതാണ്. 3 ടീമാണ് ഉണ്ടാവുക. ഒന്നതാണ്. രണ്ടാമത്തെ വിഭാഗം അറിയോ? ഈ ദുഷ്പ്രവർത്തികളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി അത് കേട്ട് മനസ്സിലാക്കി അതിലേക്ക് പങ്കെടുക്കുന്ന ആളുകളെ ഈ തിന്മകളിൽ നിന്ന് ഉത്ഭുതരാക്കി രക്ഷപ്പെടുത്തുന്ന മുസ്ലിഹീങ്ങളും ഉണ്ടാവും. രണ്ടാമത്തെ ടീം നല്ലവരുണ്ടാവും. ഒരു കേട്ട് പഠിച്ച് ഖുത്ബയിൽ ഉസ്താദ് പറഞ്ഞൊക്കെ ആയത്തും ഹദീസുമാണല്ലോ. ഇത് ഹക്കാണല്ലോ, എന്തെങ്കിലും എനിക്കെതിരെ പറയണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. കാരണം തർക്ക വിഷയമല്ലല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞത്, നമുക്കൊക്കെ പറ്റിയ വിഷയമാണല്ലോ. ഇവിടെ സുന്നി മുജാഹിദ് വിഷയമല്ല ഞാൻ പറയണത്. ഏതെങ്കിലും സംഘടന കൂട്ടായ്മ തമ്മിലെ തർക്ക വിഷയമല്ല, വിശ്വാസിയുടെ ക്വാളിറ്റികളാണ് ഈ പറഞ്ഞത് അല്ലേ? ഇത് കേട്ട് ഞാൻ മനസ്സിലാക്കി, ഇത് കേൾക്കാത്തോലെ അതിൽ പങ്കെടുത്ത ഓനെ ഞാൻ അതിൽ നിന്ന് തടയാൻ ശ്രമിക്കും. ഇങ്ങനത്തെ മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന മനസ്സുകൊണ്ട് അറിയാൻ ഇത് തെറ്റാണ് എന്ന്, പക്ഷെ അയക്ക് പോണോനെന്ന് തടയാൻ എന്നെ കിട്ടൂല ഉസ്താദേ, അതെന്നെ പറ്റൂല അല്ലേ? ഇങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. കാരണം എന്താ, ഓനെന്താ വിചാരിക്കുക എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവും അല്ലേ? ഈ ഇങ്ങനത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് ആറാഫിൻ്റെ 162 മുതൽ 66 വരെ അള്ളാഹ് പറയുന്നുണ്ട്. എന്താ പറയണത്? 3 വിഭാഗം തെറ്റ് ചെയ്ത ആളുകൾ ആ നാട്ടിലുണ്ടായിരുന്നു അല്ലേ? നോക്കൂ നിങ്ങൾ, അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താണ്? ഐലാത്ത് പട്ടണത്തിലെ ആൾക്കാർ. നമ്മൾ എത്ര വട്ടം ഈ ഇമ്പർമ അത് പറഞ്ഞിട്ടുണ്ട്. മീൻ പിടിക്കണ്ടെന്ന് പറഞ്ഞ ടീം ഉണ്ടായിരുന്നില്ലേ? ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയാലില്ലേ? മീൻ പിടിക്കാൻ പോയാലേ തിരുത്താൻ പോയാലില്ലേ? ആ തിരുത്താൻ പോയാലേ തടഞ്ഞോ പിന്തിരിപ്പന്മാരില്ലേ? ഈ വിഭാഗങ്ങളിൽ എയിലപ്പെടണം എന്നുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. എയിലപ്പെടേണ്ടേ രണ്ടാമത് പറഞ്ഞല്ല, മുജാഹിദുകൾ, മുസ്ലിഹികൾ. അത് സംഘടനയുടെ പേരല്ല മുജാഹിദ് എന്നാൽ അധർമ്മത്തിനെതിരെ നിലകൊള്ളുന്നവെന്നതിൻ്റെ അർത്ഥം. അത് നമുക്ക് കഴിയട്ടെ. അത് എല്ലാ രംഗത്തും വേണം. അപ്പോൾ ഈ 4-ാം തീയതിക്കത്തെ റിസൾട്ടിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമുക്ക് വേണം. അല്ലാഹു നമ്മെ എല്ലാം കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ അപാകതകളെല്ലാം അള്ളാഹു നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ റിസൾട്ട് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് സിറാത്ത് കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്. പ്രത്യേകം നമ്മുടെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ കൂടെയുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചിരുന്ന നമ്മുടെ പള്ളിയുമായി നല്ല സാമ്പത്തിക സഹായം നടത്തുന്നൊരു ചെറുപ്പക്കാരൻ്റെ മാതാവിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വലിയൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ബേജാറിലാണ് ആ കുടുംബമുള്ളത്. മാതാവ് ഉള്ളത് കുറച്ച് പ്രയാസത്തിലാണ്, ബേജാറിലാണ്, ടെൻഷനിലാണ്. സ്വാഭാവികമാണ്, മനുഷ്യരാണ്. ആ റിസൾട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഒരു പ്രയാസങ്ങളുമില്ലാതെ പരിപൂർണമായ ആരോഗ്യത്തോടു കൂടി തന്നെ അള്ളാഹു ആഫിയത്തുള്ള ഒരു ദീർഘായുസ്സിനെ ആ ഉമ്മാക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സജീവ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ്റെ മകൻ ഹനീൻ എന്ന് പറയുന്ന മകൻ കഴിഞ്ഞ 22 ദിവസങ്ങൾക്ക് മുമ്പ് സൗദിയിൽ വെച്ച് ചെറിയൊരു നെഞ്ചുവേദന വന്നപ്പോൾ തളർന്നു വീഴുകയും 20-ലധികം ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഉപ്പയോടൊന്നും മിണ്ടാൻ കഴിയാത്ത ദിവസങ്ങളായിരുന്നു അതെല്ലാം. ആ കുട്ടി മിനിഞ്ഞാന്ന് മരണപ്പെട്ടു. സൗദിയിൽ വെച്ച് റിയാദിൽ ആ കുട്ടിയുടെ ഖബറടക്കം കഴിഞ്ഞു. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ എല്ലാ രംഗത്തും സജീവമായിരുന്ന കൊച്ചുമകനാണ്.
+1 ആ കുട്ടി പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ ഒരു സ്ട്രോക്ക് വന്ന് അതിൽ നിന്ന് റീകവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പരീക്ഷണ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. ഏത് സമയത്തും നമ്മയൊക്കെ തേടിയിട്ടും ഇത് വരാം. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിലും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മരണപ്പെട്ടു പോയ കൊച്ചുമകൻ്റെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ മകനിലൂടെ ഉണ്ടായ നഷ്ടത്തിൻ്റെ സങ്കടം ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.